ബ്യൂട്ടിഫുൾ സോൾസ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് എനർജിയാണ്. അപ്പോൾ ഈ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് റീഡിങ്ങോ ഹീലിങ്ങോ ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ഒരു ടൈംലെസ് റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ഒരു ജെൻഡർലെസ് റീഡിങ്ങുമാണ്. നിങ്ങൾ എപ്പോഴാണോ കാണുന്നത് അപ്പോൾ മുതലാണ് ഇത് വാലിഡ് ആവുക. നിങ്ങളുടെ എനർജിയായിട്ട് മാച്ച് ചെയ്യുന്നവർ മാത്രം ഇത് അക്സെപ്റ്റ് ചെയ്യുക, അല്ലാത്തൊരു ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞ് റിലീസ് ചെയ്യുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. എല്ലാവരും മൈൻഡൊക്കെ വളരെ കാം ആൻഡ് ക്വയറ്റ് ആൻഡ് റിലാക്സ്ഡ് ആയിട്ടിരിക്കുക. നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ആ ഒരു എനർജി വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും, ഈ ഒരു പേഴ്സൺ ശരിക്കും പറഞ്ഞാൽ അവരുടെ ആ ഒരു മൈൻഡിനെ രണ്ടായിട്ട് ഭാഗം ചെയ്തത്, രണ്ട് പാർട്സ് ആക്കിയിട്ട് ഒരു ഭാഗത്ത് നിങ്ങളെ അത്രത്തോളം ഡെപ്തിൽ, അത്ര ആഴത്തിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്നു. പക്ഷേ മറ്റേ ഒരു പോർഷനിൽ അവർ ഭയങ്കര നിങ്ങളെ അകത്തി നിർത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അയാളുടെ മനസ്സിൻ്റെ ഒരു ഭാഗം നിങ്ങളോട് വളരെ അട്രാക്റ്റഡും വളരെ സ്നേഹത്തോടും വളരെ നിങ്ങൾക്ക് പോലും ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ളൊരു അട്രാക്ഷനും എല്ലാം ഉണ്ട്. അതായത് ഒരു ഇഷ്ടപ്പെടുമ്പോൾ എന്തൊക്കെയാണ് ആഗ്രഹിക്കുന്നത്, എന്തൊക്കെയാണ് കാണുന്നത്, അതേപോലുള്ള എല്ലാ ഫീലിങ്സും ആ ഒരു പേഴ്സൺ ഒരു സൈഡിൽ, ഹാർട്ടിൻ്റെ ഒരു സൈഡിൽ വേണമെങ്കിൽ പറയാം, മനസ്സിൻ്റെ. അതല്ല, മറ്റു ഭാഗത്ത് അയാൾ നിങ്ങളിൽ നിന്നും അകന്ന് നിങ്ങളിൽ നിന്ന് എത്രത്തോളം അകലാമോ അത്രത്തോളം അകലുന്ന രീതിയിലാണ് ഒരു സൈഡ് ബിഹേവ് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് നിങ്ങളെ ചിന്തിക്കരുത് എന്ന് അറിയാം. പക്ഷേ ഇങ്ങനെ ഈ ഒരു മൈൻഡിൽ ഇങ്ങനെ രണ്ട് പാർട്ടായിട്ട് ഇങ്ങനെ സംഭവങ്ങൾ, ഫീലിങ്സ് വരുന്നത് കൊണ്ട് തന്നെ അവർ നിങ്ങളെ ചിന്തിക്കുന്നില്ല. അതായത് നിങ്ങളെ ചിന്തിക്കുന്നില്ല എന്ന് അവർക്ക് മൈൻഡ് കൊണ്ട് അറിയാം, അവർ ആഗ്രഹിക്കുന്നുണ്ട്, അതവർ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങളിലേക്ക് തിരിച്ച് വരരുത്, അല്ലെങ്കിൽ നിങ്ങളോട് തിരിച്ച് ആ ഒരു സ്നേഹം കൊടുക്കരുത്, അല്ലെങ്കിൽ മൈൻഡിൽ അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടാവരുത് എന്നും അവർക്കറിയാം. പക്ഷേ അതിനെ അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഒരു കൺഫ്യൂഷൻ ടൈപ്പ് ഓഫ് ഒരു എനർജിയാണ്. അതായത് നിങ്ങളെ ഇഷ്ടപ്പെടണമെന്നുണ്ട്, അതേപോലെ തന്നെ ആ ഒരു ടൈമിൽ നിങ്ങളോട് ആ ഒരു വ്യക്തിക്ക് വളരെയധികം ദേഷ്യമോ അതല്ലെങ്കിൽ വളരെ നിങ്ങളോട്ട് അട്രാക്റ്റഡ് അത് അങ്ങോട്ട് വരാത്ത രീതിയിൽ അവരെ തന്നെ കൺട്രോൾ ചെയ്ത് പിടിച്ചു വെച്ചിരിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് എനർജിയാണ് നമുക്കിവിടെ ഫീൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഒരു പേഴ്സൻ്റെ ലൈഫിലെന്ന് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഡിസ്റ്റൻസിലാണ്, കമ്മ്യൂണിക്കേഷൻ ഒന്നും ഇല്ലെങ്കിൽ പോലും ഈ ഒരു വ്യക്തിയുടെ ഉള്ളിൽ ഉണ്ട്. പക്ഷേ അവർ ഉറങ്ങുന്നതിന് മുമ്പും അവർ നിങ്ങളോട് എന്തൊക്കെയാണോ നിങ്ങൾ തമ്മിൽ റിലേഷൻഷിപ്പിലുണ്ടായിരുന്നപ്പോൾ പറഞ്ഞിട്ടുള്ള ആ വാക്കുകളും നിങ്ങളുടെ ആ ഒരു സ്മൈൽ, അല്ലെങ്കിൽ നിങ്ങളെ അവർക്ക് കൂടുതൽ അട്രാക്റ്റഡ് ആയിട്ടുള്ള, ഇപ്പോൾ നിങ്ങളുടെ ചിരിയായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും ഒരു സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഒരു ഇതുണ്ടായിരിക്കാം. അപ്പോൾ അങ്ങനത്തെ ആ ഒരു പ്രവൃത്തികളോ എല്ലാം അവർ മൈൻഡിലോട്ട് വീണ്ടും വരാറുണ്ട്. അത് അവർ എന്താ പറയുക, മറന്ന് കളയാൻ അവർ ഒരുപാട് ശ്രമിക്കാറുണ്ട്. പക്ഷേ ആ ശ്രമം എന്താ പറയുക, അത് നടക്കാറില്ല. അത് വീണ്ടും നിങ്ങളിലേക്ക് തന്നെ, അതായത് നിങ്ങളുടെ ആ ഒരു മെമ്മറീസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അയാളിലേക്ക് തന്നെ വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ്. അയാൾ എത്രയൊക്കെ അത് അവോയ്ഡ് ചെയ്യാൻ ശ്രമിച്ചാലും അയാൾക്ക് പറ്റുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഒരു പോർഷൻ ഓഫ് മൈൻഡ് അയാൾ എപ്പോഴും നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അയാൾ എത്ര ശ്രമിച്ചാലും അയാൾക്ക് നിങ്ങളുടെ ആ ഒരു ഇഷ്ടവും അതേപോലെ തന്നെ നിങ്ങളെ പറ്റിയുള്ള മെമ്മറീസും അവോയ്ഡ് ചെയ്യാൻ പറ്റാത്തത്. ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ ഡിസ്റ്റൻസിലായത് കൊണ്ടും അതല്ലെങ്കിൽ മുന്നേയൊക്കെ അയാളുടെ ലൈഫിൽ റിലേഷൻഷിപ്പും അതുപോലെ തന്നെ അയാൾ ഒരുപാട് ആൾക്കാരെ കണ്ടിട്ടും ഒക്കെ ഉണ്ടാവാം. ചിലപ്പോൾ ജോലിപരമായിട്ടും ഒക്കെ നമ്മൾ പറയില്ലേ, നിങ്ങളെക്കാട്ടിയൊക്കെ നല്ല കാണാൻ ഭംഗി, അങ്ങനെയൊക്കെ നമ്മൾ പറയാം. അങ്ങനെയൊക്കെ ഒരുപാട് അത്രയ്ക്ക് എന്താ പറയുക, കണക്റ്റഡ് ആയിട്ടുള്ള ഒരാളായിരിക്കാം. അപ്പോൾ അയാളുടെ ലൈഫ് ഒരുപാട് നല്ലതുമായിട്ടും നല്ല എല്ലാ തരത്തിലും നിങ്ങളെക്കാട്ടിയൊക്കെ പെർഫെക്റ്റ് ആയിട്ടുള്ള ആൾക്കാരും, അതല്ലെങ്കിൽ ഇതേപോലെ നിങ്ങളായിട്ട് പെർഫെക്റ്റ് ആയിട്ട് മാത്രമല്ല ഞാൻ പറയുന്നത്, വേറെ രീതിയിലുള്ള റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു പാർട്ട്ണറുള്ള ഒരാളായിരിക്കാം. അതല്ലെങ്കിൽ നിങ്ങളെ വേറെ ഒക്കെ ഒരുപാട് ആൾക്കാർ അയാളുടെ ജീവിതത്തിൽ കാണുന്നുണ്ട്. അതല്ലെങ്കിൽ അതേപോലത്തെ ജോലിയൊക്കെ ചെയ്യുന്നൊരു വ്യക്തിയായിരിക്കും. പക്ഷേ എത്രയൊക്കെ ആൾക്കാർ വന്നു നിങ്ങളെക്കാട്ടി ഇപ്പോൾ ഭയങ്കര നല്ല സ്വഭാവം അല്ലെങ്കിൽ നിങ്ങളുടെ ക്യാരക്ടറോ നല്ല ഭംഗിയൊക്കെ എത്ര ആൾക്കാർ വന്നാലും ആ ഒരു പേഴ്സണ് ആരെ കണ്ടാലും എന്താ പറയുക,
അയാൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഇഷ്ടമോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഫീലിങ്സോ അങ്ങനത്തെ ഒരു ഇമോഷൻസോ ഒന്നും ഉണ്ടാവുന്നില്ല. കാരണം എന്ന് വെച്ചാൽ എത്ര വലിയ ഒരു ആൾ വന്നാലും നിങ്ങളെപ്പോലെ അല്ലെങ്കിൽ അവരെ പോലെ അല്ല, അവരെ പോലെ എനിക്ക് ഇവരെ കാണാൻ പറ്റുന്നില്ല എന്നുള്ളിൽ, അതായത് ഒരു സൈലൻ്റ് ആയിട്ടുള്ള ഇങ്ങനെ ഒരു സൗണ്ട് ഇങ്ങനെ ഉള്ളിൽ നിന്ന് എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, മനസ്സിലായോ? അപ്പോൾ ആ ഒരു സോൾ അല്ലെങ്കിൽ അയാളുടെ ഇന്ന വോയിസ് എപ്പോഴും പറയും, ഇത്രയൊക്കെ ആയാലും എന്തൊക്കെ ചെയ്താലും ആ ഒരു വ്യക്തിനെ പോലെ ആവുന്നില്ല, ആ ഒരു വ്യക്തിനെ ഞാൻ കണ്ടതുപോലെ അല്ലെങ്കിൽ സ്നേഹിച്ച പോലെയൊന്നും എനിക്ക് കാണാൻ പറ്റുന്നില്ല എന്നിങ്ങനെ ഉള്ളിൽ നിന്ന് എപ്പോഴും ഇങ്ങനെ ഒരു വോയിസ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്ന് വെച്ചാൽ നിങ്ങളെ പറ്റിയുള്ള ആ ചിന്തകൾ, നിങ്ങളുടെ സ്മൈല് അല്ലെങ്കിൽ നിങ്ങളുടെ ശബ്ദം, അല്ലെങ്കിൽ നിങ്ങൾ അയാളുടെ അടുത്ത് ഉണ്ടായിരുന്നപ്പോൾ ആ ഒരു പ്രസൻസിൽ അയാൾ ഫീൽ ചെയ്തിട്ടുള്ള എല്ലാ തരത്തിലുള്ള ഇമോഷൻസും അതിലൂടെയൊക്കെ അയാൾ ഇപ്പോഴും സ്റ്റിൽ അഡിക്റ്റഡ് ആണ്. അകന്ന് നിന്നാലും ആ മെമ്മറീസിലും ആ ഒരു ഇതിലുമൊക്കെ ഇപ്പോഴും ആ ഒരു പേഴ്സൺ അഡിക്റ്റഡ് ആയതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ സ്ഥാനത്ത് അതല്ലെങ്കിൽ നിങ്ങളെ കണ്ടിരുന്ന പോലത്തെ ആ ഒരു ആംഗിളിൽ വേറെ ആരെയും അയാൾക്ക് ആ ഒരു പ്ലേസിൽ ഒരിക്കൽ പോലും കാണാൻ പറ്റാത്തത്. അപ്പോൾ അയാൾ കണ്ടിരുന്ന ആ ഒരു സ്പേസ് ഇപ്പോഴും അവിടെ വീക്കെൻഡാണ്. അവിടെ അയാൾ വേറെ ആരെയും ഈ ഒരു സ്റ്റൈലും അല്ലെങ്കിൽ ഈ ഒരു വീലും അയാൾ ഇഷ്ടപ്പെട്ടിട്ടുമില്ല, കെയർ ചെയ്തിട്ടുമില്ല. പറഞ്ഞാൽ നിങ്ങളോട് എന്താ പറയുക, നിങ്ങളുടെ ചിന്തകളും 24/7 നിങ്ങളെ മാത്രം ഓർത്തും ആ ഒരു ചിന്ത കൊണ്ടും അതല്ലെങ്കിൽ ഫിസിക്കൽ അട്രാക്ഷൻ കൊണ്ടും മാത്രമൊന്നുമല്ല ഈ ഒരു സ്നേഹം ഇങ്ങനെ നിൽക്കുന്നത്. കാരണം വെച്ചാൽ അകന്നകന്ന് പോകുന്നവരും വീണ്ടും തിരിച്ച് ഒരു സൈഡ് എപ്പോഴും അകലുന്നു, ഒരു സൈഡിലോട്ട് എപ്പോഴും അട്രാക്ഷനും തോന്നുന്നെങ്കിൽ ഒരു സോൾ ലെവലിൽ ഒരു പുള്ളായിട്ടാണ് നമുക്കിവിടെ ഫീൽ ചെയ്യുന്നത്. അങ്ങനെ തന്നെയാണ് നമ്മളോട് യൂണിവേഴ്സും പറയുന്നത്. നിങ്ങൾ കൊടുത്ത ആ ഒരു ടൈപ്പ് ഓഫ് ഇഷ്ടം എവിടുന്നും അയാൾക്ക് അങ്ങനത്തെ ഒരു എനർജി അയാൾക്ക് ഫീൽ ചെയ്യുന്നില്ല, മനസ്സിലായി? അപ്പോൾ സോൾ ലെവലിൽ കണക്ഷൻ ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൺ ആണിത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഫിസിക്കൽ അപ്പിയറൻസോ അതിനൊന്നും അല്ല ആ ഒരു വ്യക്തിയുടെ ഉള്ളിലും ഉള്ള ആ ഒരു ഇതെന്ന് പറയാം. അപ്പോൾ സോളായിട്ട് ആത്മബന്ധം എന്നൊക്കെ പറയില്ല, അപ്പോൾ അതേപോലുള്ള ഒരു സോൾ ലെവലിലുള്ള ഒരു കണക്ഷൻ ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൺ തന്നെ. അപ്പോൾ അവരുടെ ഉള്ളിൽ അവർ വിചാരിക്കുന്നുണ്ട്, അതായത് നിങ്ങളെപ്പറ്റി വിചാരിക്കുന്നുണ്ട്, നിങ്ങൾ എന്നെപ്പറ്റി ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടായില്ല, അതല്ലെങ്കിൽ നമ്മൾ സ്പെൻഡ് ചെയ്ത ആ ഒരു സമയങ്ങളോ അല്ലെങ്കിൽ എൻ്റെ വോയിസോ എൻ്റെ സ്മെല്ലോ എൻ്റെ എന്തും അതിനെപ്പറ്റിയൊന്നും ചിലപ്പോൾ ഞാനൊന്നൊരു വ്യക്തി ഉണ്ടെന്ന് പോലും, അതായത് നിങ്ങളെ കുറിച്ചാണ് ഓർക്കുന്നത്, ചിന്തിക്കുന്നുണ്ടായില്ലായിരിക്കാം. പക്ഷേ എന്നാൽ എനിക്കങ്ങനെ പറ്റുന്നില്ല. കാരണം എന്ന് വെച്ചാൽ നിങ്ങളായിരുന്നു എൻ്റെ ഒരു കംഫർട്ട് സോൺ, നിങ്ങളായിരുന്നു ഞാൻ എന്താ പറയുക ഹൈഡ് ചെയ്ത് വെച്ച് ഞാൻ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു പേഴ്സണാലിറ്റി. അതല്ലെങ്കിൽ ഞാൻ ഇത്രയും നാൾ എൻ്റെ മനസ്സിൽ എനിക്ക് എന്തോ ഒരു എന്താ പറയുക ഒരു ആൾ വരും എന്നൊക്കെ നമുക്ക് മൈൻഡിൽ തോന്നത്തില്ലേ? അപ്പോൾ അതേപോലുള്ള ഒരു പേഴ്സൺ നിങ്ങളായിരുന്നു എന്ന് ആ ഒരു വ്യക്തിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അയാൾ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നിങ്ങൾക്ക് അതേപോലെ ചിന്തയോ അല്ലെങ്കിൽ വിചാരങ്ങളോ ഇല്ലായിരിക്കാം. പക്ഷെ ഞാൻ അങ്ങനെയല്ല, ഞാൻ എത്രയൊക്കെ അകന്ന് നിന്നാലും എൻ്റെ ഉള്ളിൽ എനിക്കുണ്ട് നീ എന്ന് ആ ഒരു ഇമോഷൻ എൻ്റെ ഉള്ളിൽ എപ്പോഴും ഉണ്ട്. എത്രയൊക്കെ അകന്ന് നിന്നാലും എത്രയൊക്കെ വഴക്കിട്ടാലും എന്തൊക്കെ ഈ റിലേഷൻഷിപ്പിനുള്ളിൽ നടന്നിട്ടുണ്ടെങ്കിലും ആ ഒരു ബന്ധം അതല്ലെങ്കിൽ ആ ഒരു ബോണ്ട് സ്റ്റിൽ എൻ്റെ മൈൻഡിൽ എപ്പോഴും ഫീൽ ചെയ്യുന്നുണ്ട് എന്ന് തന്നെയാണ് ആ ഒരു പേഴ്സൺ മനസ്സുകൊണ്ട് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ ഒരു വ്യക്തി നിങ്ങളിലേക്ക് എന്താണ് തിരിച്ച് വരാത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ഭയമുണ്ട്. അതായത് നിങ്ങളെ നഷ്ടപ്പെടുമോ എന്നൊരു ഭയം ഉള്ളിൽ വളരെ നല്ലതുപോലെയുണ്ട്. അതുപോലെ തന്നെ അവർ അംഗീകരിക്കുമോ, അതിനെ ചുറ്റുവട്ടമുള്ള ആൾക്കാർ അംഗീകരിക്കുമോ, അങ്ങനെ കുറേ തരത്തിലുള്ള പേടിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. തന്നെ നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലത്തെ ഒരു ലൈഫോ അതല്ലെങ്കിൽ തിരിച്ചോ അങ്ങോട്ടേക്കോ, അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് ഭയത്തിൻ്റെ പുറത്ത് ഉള്ള ഒരു പേഴ്സൺ ആണ് ഈ ഒരു വ്യക്തി. പിന്നെ അതുപോലെ തന്നെ പേഴ്സണെ നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്യാതെ പിന്നിലേക്ക് തല്ലാതെ, അതായത് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാനോ അതല്ലെങ്കിൽ എന്താ പറയുക നിങ്ങളിലേക്ക് തിരിച്ച് വരാൻ പറ്റാത്ത രീതിയിൽ അവരെ ബാക്കിലോട്ട് വലിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ഇതെന്ന് പറയുന്നത് ഗിൽറ്റി ഫീലിംഗ്, അതല്ലെങ്കിൽ നാണക്കേട്. അപ്പോൾ കാര്യം നിന്ന് ഒരു നാണക്കേട് ഉണ്ട്. ചിലപ്പോൾ നിങ്ങളെ എന്താ പറയുക നിങ്ങളെ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ ഹേർട്ട് ചെയ്തിട്ടുണ്ട്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട രീതിയിലുള്ള ഒരു അറ്റൻഷൻ തന്നിട്ടുണ്ടാവില്ല, നിങ്ങൾ കെയർ ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ അതൊക്കെ ഈ ഒരു വ്യക്തിയുടെ ഉള്ളിൽ ഇപ്പോഴും ഒരു എന്താ പറയുക ഒരു ഷെയിമായിട്ട് ഗിൽറ്റി ഫീലിംഗ് ആയിട്ട് കിടപ്പുണ്ട്. അത് അവർ സൈലൻ്റായിട്ട് തന്നെ അവർ ഉള്ളിൽ പറയുന്നൊരു കാര്യമാണ്. കാരണം വെച്ചാൽ എനിക്കറിയാം ഞാൻ ചെയ്തത് തെറ്റാണ് എന്ന്, ബട്ട്
ഞാൻ എന്തൊക്കെ ചെയ്തു എന്താ തെറ്റുകളും നിങ്ങൾക്ക് ഒരിക്കലും പൊറുക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു പ്രോബ്ലംസൊക്കെ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ എനിക്കറിയാം. എനിക്കിപ്പോഴും ഗിൽറ്റി ഫീലിംഗ് ഉണ്ട്. പക്ഷേ സ്റ്റിൽ എനിക്കിപ്പോഴും നിന്നെ വേണം, ഞാൻ മനസ്സുകൊണ്ട് ഒരുപാട് നിന്നെ ആഗ്രഹിക്കുന്നു, എനിക്ക് നിന്നെ വേണം എന്നുള്ളിൽ നല്ലതുപോലെ ആ ഒരു വ്യക്തി പറയുന്നുണ്ട്. ഇപ്പോൾ കിട്ടിയിരിക്കുന്ന കാർഡ് വെച്ചിട്ട് തന്നെ പറയാൻ പറ്റും, ഈ ഒരു പേഴ്സൺ എന്ന് വെച്ചാൽ ശരിക്കും ഒരു ഈഗോ ഫുള്ളായിട്ടും നിൽക്കുന്ന ഒരു പേഴ്സണാണ്. അപ്പോൾ ഈഗോയാണ് അവരെ ഈ റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ മാറി നിൽക്കാനും അല്ലെങ്കിൽ മൊത്തത്തിൽ ഈ റിലേഷൻഷിപ്പിനെ ഇങ്ങനെയൊക്കെ ആക്കി സ്റ്റക്കാക്കി വെക്കാനും ഒക്കെ ഉള്ള റീസൺ ഇവർക്കുള്ള ഈഗോയാണ്. അല്ല, ആ ഒരു പേഴ്സണെ കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കാം, ഏതെങ്കിലും തരത്തിൽ കോൾ ചെയ്തിട്ടുണ്ടായിരിക്കാം, അതല്ലെങ്കിൽ ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം. പക്ഷെ അവരതൊക്കെ ഇഗ്നോർ ചെയ്യാൻ കാര്യം എന്നു പറഞ്ഞാൽ അവരുടെ ഉള്ളിലുള്ള ഈഗോയാണ്. അവർക്കും നിങ്ങളോട് സംസാരിക്കണം, ചിലപ്പോൾ മെസ്സേജ് ചെയ്തിട്ടുണ്ട് നോക്കിയിട്ടുണ്ടാവും, ചിലപ്പോൾ വിളിക്കേണ്ട അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട, അല്ലെങ്കിൽ വിളിക്കുമ്പോൾ കോൾ കട്ട് ചെയ്യാം, അതല്ലെങ്കിൽ ദേഷ്യപ്പെടും ഒക്കെ ചെയ്തിട്ടുണ്ടായിരിക്കാം. പക്ഷെ അതിന് റീസൺ എന്ന് പറയുകയാണെങ്കിൽ ഈഗോ തന്നെയാണ്. ഈഗോയാണ് ആ ഒരു പേഴ്സണെ ഇങ്ങനെയുള്ള തരത്തിലോട്ടൊക്കെ കാണിക്കുന്നത്. അപ്പോൾ ഒരുപാട് എന്താ പറയുക, ഒരുപാട് വല്ലാത്ത ഒരു മാനസികാവസ്ഥയിലും വല്ലാത്തൊരു സിറ്റുവേഷനിലൊക്കെ നിൽക്കുന്ന ഒരു പേഴ്സൺ ആണ് ഇത്. നിങ്ങളോട് ഓരോ കാര്യങ്ങൾ നെഗറ്റീവായിട്ട് കാണിച്ചാൽ ഉള്ളിൽ ഇങ്ങനെ ഒരു സോൾപ്പുള്ളുണ്ടെങ്കിൽ തന്നെയും എത്രയൊക്കെ നെഗറ്റീവായിട്ട് നിങ്ങളോട് കാണിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ശരിക്കും പറഞ്ഞാൽ രാത്രിയൊന്നും ഉറക്കമില്ല, മനസ്സിലായോ? അപ്പോൾ ഒരു ഓവർ തിങ്കിങ് ആയിട്ടുള്ള ഒരു എനർജിയാണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ ഓവർ തിങ്കിങ് എന്ന് പറയുമ്പോൾ അതിപ്പോൾ ഇന്നൊരു ദിവസം മാത്രമല്ല, അതൊരു പാറ്റേൺ ആയിട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഈ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്ത സമയം മുതൽ ഇതിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അനാവശ്യമായ കാര്യങ്ങൾക്കും വേണ്ടാത്ത കാര്യം അങ്ങനെ ഓവർ തിങ്ക് ചെയ്ത് അതൊരു ആ ഒരു പാറ്റേണിൽ തന്നെ കിടക്കണം. അപ്പം അതിൻ്റെ കൂട്ടത്തിൽ ഈഗോയൊക്കെ വർക്ക് ആവുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വ്യക്തിക്ക് ശരിക്കും പറഞ്ഞാൽ ഉറക്കമൊന്നും ഇല്ല ശരിക്കും ഈ ഒരു പേഴ്സണ്. പിന്നെ ഏതെങ്കിലുമൊക്കെ തരത്തിൽ ഈ ഒരു വ്യക്തി നിങ്ങളെ ശരിക്കും പറഞ്ഞാൽ ഒരു 2-3 പ്രാവശ്യമെങ്കിലും ഏതെങ്കിലുമൊക്കെ വിരുദ്ധത്തിൽ ചെക്ക് ചെയ്യുന്നുണ്ട്. അതായത് ഒന്നെങ്കിൽ സോഷ്യൽ മീഡിയ വഴിയായിരിക്കാം, ഫ്രണ്ട്സ് വഴിയായിരിക്കാം, അങ്ങനെയൊക്കെ തന്നെ ചെക്ക്. ഇപ്പം നിങ്ങളുടെ ഫേസ്ബുക്കിലോ ഇൻസ്റ്റയിലോ ഒന്നും ഫ്രണ്ട് ആവത്തില്ല, പക്ഷെ ഗൂഗിൾ സെർച്ച് വഴിയോ എങ്ങനെയെങ്കിലൊക്കെ നിങ്ങളുടെ പ്രൊഫൈലിൽ കയറി എടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടാവാം. ഈ ഒരു പേഴ്സൺ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ മറ്റൊരാളുമായിട്ട്, അതായത് റിലേഷൻഷിപ്പ് മാത്രമല്ല, നമ്മൾ ഫ്രണ്ട്സ് ആവാം, ഫാമിലി ആവാം. അപ്പോൾ ആ ഒരു വ്യക്തിയായിട്ട് നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സന്തോഷത്തോടു കൂടെയൊക്കെ കാണുമ്പോൾ അവരുടെ ഉള്ളിൽ ശരിക്കും പറഞ്ഞാൽ ഒരു എന്തോ നമ്മൾ മുറിക്കുന്ന ഒരു കട്ട് ചെയ്യുമ്പോഴുള്ളൊരു പെയിനില്ലേ, അതേപോലത്തെ ഒരു വിഷമമാണ്. കാര്യം എന്ന് വെച്ചാൽ നിങ്ങളുടെ ഒപ്പം അവർക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല, അതല്ലെങ്കിൽ അയാൾക്ക് അവരുടെ സ്ഥാനത്ത് നിങ്ങൾക്ക് സന്തോഷം, അത് ഫ്രണ്ട്സും ആയിരിക്കും. അപ്പോൾ ആ ഒരു പ്ലേസിൽ ഇവർക്ക് വന്ന് നിൽക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു ജലസും ആ ഒരു വേദനയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതാണ് ഈ ഒരു പേഴ്സൺ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ മറ്റുള്ളവരുമായിട്ടൊക്കെ ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുമ്പോൾ അയാൾക്ക് ഫീൽ ചെയ്യുന്നത് എന്ന് വെച്ചാൽ അവർ പേടിക്കുന്നുണ്ട് നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നോ അല്ലെങ്കിൽ നിങ്ങൾ അയാളുടെ ആ ഒരു ഇഷ്ടത്തിൽ നിന്നൊക്കെ അയാളുടെ വിചാരങ്ങളിൽ അയാളുടെ മെമ്മറീസിൽ നിന്നൊക്കെ നിങ്ങൾ മൂവ് ഓൺ ചെയ്തു എന്ന് ഈ ഒരു പേഴ്സണ് ശരിക്കും ഒരു പേടിയുണ്ട്. പറഞ്ഞാൽ ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലോട്ട് ഇനി തിരിച്ചു വരുമോ എന്ത് ആണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലോട്ട് തിരിച്ചു വരും. അതൊരു വലിയൊരു സൈലൻസിന് ശേഷമായിരിക്കും. അതായത് ഭയങ്കര സ്ലോയാണ്, അതേപോലെ തന്നെ ഭയങ്കര കെയർഫുള്ളായിട്ടും പിന്നെ ഒരുപാട് ഇമോഷണലി ചിലപ്പോൾ നിങ്ങളോട് മാപ്പ് പറയുമോ, അല്ല നിങ്ങളുടെ ആ ഒരു സിറ്റുവേഷൻ പോലെ എടുക്കുക. ഈ ഒരു പേഴ്സൺ എന്ത് റീസൺ കൊണ്ടാണ് അകന്ന് നിൽക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി കാണിച്ചിട്ടുള്ള നിങ്ങളെ ഹേർട്ട് ചെയ്തിട്ടുള്ളതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതുമൊക്കെ ഈ ഒരു പേഴ്സൻ്റെ മൈൻഡിലുണ്ട്. അപ്പോൾ ഈ ഒരു വ്യക്തി വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വരും, പക്ഷേ കുറച്ച് സ്ലോയിലേ വരത്തുള്ളൂ. അത് പെട്ടെന്ന് ഉടനല്ല. അയാൾക്ക് ഇഷ്ടമുണ്ട്. അപ്പോൾ അയാളുടെ മൈൻഡിനെ അയാളുടെ ഈഗോയിനെയൊക്കെ കംഫർട്ടാക്കിയ രീതിയിൽ എല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം ആ ഒരു വ്യക്തി നിങ്ങളെ വളരെയധികം എന്താ പറയുക ഇമോഷണലി ഒക്കെ തകർന്ന രീതിയിലായിരിക്കും നിങ്ങളുടെ അടുത്തേക്ക് ആ ഒരു പേഴ്സൺ വരുന്നത്. ചിലപ്പോൾ വേണമെങ്കിൽ അവരൊരു കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ അവർ ഈ ഓവർ തിങ്കിങ് ഒക്കെ ആയതുകൊണ്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന എനർജി എന്ന് വെച്ചാൽ ചിലപ്പോൾ അവരുടെ മെസ്സേജ് ആദ്യമായിട്ട് കുറേ നാൾക്ക് ശേഷം വേണമെങ്കിൽ അവർ വിളിക്കാം. അതായത് ചിലപ്പോൾ രാത്രി സമയങ്ങളിലായിരിക്കാം. ഒരു ഏകദേശം നമ്മളൊരു ടൈം പറയുമ്പോൾ ഓവർ തിങ്കിങ്ങും എല്ലാവരും ഒക്കെ ഉറങ്ങുന്നതൊക്കെ ഒരു ടൈം ആണ്. അപ്പോൾ ഒരു 11 o'clock to 2 o'clock വരെയുള്ള ഒരു സമയത്ത്, ഈ ഒരു സമയത്ത് വേണമെങ്കിലും, അതായത് നാളെ വിളിക്കണമെന്നല്ല, അയാൾ വീണ്ടും റീകണക്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ ആ ഒരു ടൈം പീരീഡിനുള്ളിൽ ചിലപ്പോൾ മെസ്സേജോ എന്തെങ്കിലും വരാനുള്ളൊരു ചാൻസ് ഉണ്ട്.
അത് ചിലപ്പോൾ നിങ്ങൾ ഓക്കെ ആണോ, നിങ്ങൾ എന്ത് ചെയ്യണോ, നമുക്ക് സംസാരിക്കാൻ പറ്റുമോ, അതായത് അല്ലെങ്കിൽ ഞാൻ നിന്നെപ്പറ്റി ചിന്തിക്കാറുണ്ട്, അങ്ങനെ ഒരു കാഷ്വലി അല്ലെങ്കിൽ കുറച്ചൊക്കെ ഒരു ടച്ചിങ് ആയിട്ടുള്ള രീതിയിലുള്ളൊരു മെസ്സേജ് വരാനുള്ളൊരു ചാൻസ് ഉണ്ട്. അങ്ങനെ ആയിരിക്കും ആ ഒരു പേഴ്സൺ നിങ്ങളെ തിരിച്ച് കോണ്ടാക്റ്റ് ചെയ്യുമ്പോൾ വരാൻ പോകുന്ന ഒരു നമുക്കിപ്പോൾ ഫീൽ ചെയ്യുന്ന ഒരു എനർജി വെച്ചിട്ട് അങ്ങനെയും ആ ഒരു പേഴ്സൺ വരാമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നമ്മളുടെ ഈ റീഡിങ്ങിൽ വെച്ച് നമുക്ക് ഫീൽ ചെയ്യുന്ന വെച്ചാൽ ആ ഒരു പേഴ്സൺ ശരിക്കും പറഞ്ഞാൽ നിങ്ങളെ മറക്കുന്നില്ല. അവരും സമ്മതിക്കുന്ന കാര്യമാണ്. നിങ്ങളെ ഞാൻ ഒരുപാട് മറക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, പക്ഷേ ഓരോ തവണയും ഞാൻ മറക്കാൻ ശ്രമിക്കുമ്പോഴും എനിക്കത് പറ്റുന്നില്ല. അതായത് ഞാൻ മറക്കാൻ ശ്രമിച്ച് തന്നെ ഞാൻ വിഷമിച്ചു. കാരണം വെച്ചാൽ എനിക്കത് ഒട്ടും പറ്റുന്നില്ല, എന്നെക്കൊണ്ട് അത് സാധിക്കുമെന്ന് തോന്നുന്നുമില്ല. അപ്പോൾ ആ ഒരു പേഴ്സൺ ഒരിക്കലും നിങ്ങളെ ഒരു തരത്തിലും മറക്കാൻ ആ ഒരു പേഴ്സണ് പറ്റില്ല. അപ്പോൾ ഇന്നത്തെ എൻ്റെ റീഡിംഗ് ഇവിടെ തീർന്നിരിക്കുന്നു. താങ്ക് യു മൈ സോൾ ഫാമിലി.